ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചക്രവാണി ക്ലാസ്സസ്. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട റിവിഷൻസ് ആണ് നോക്കിക്കൊണ്ടിരുന്നത്. റിവിഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നോക്കിക്കൊണ്ടിരുന്നത്. നമ്മുടെ കമ്മീഷൻസ് നമ്മൾ നോക്കി. ഏതൊക്കെയാണ് നോക്കിയത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷൻ, സംസ്ഥാന വനിതാ കമ്മീഷൻ, ദേശീയ ഇലക്ഷൻ കമ്മീഷൻ വരെ നമ്മൾ നോക്കിയായിരുന്നു. ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടത് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നോക്കിയിട്ട്. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ, ഇതുകൊണ്ട് തന്നെയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്, സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഇതും എന്താണ്? ഭരണഘടനാ സ്ഥാപനം തന്നെയാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. കാരണം എന്താണ്? ഭരണഘടനയിൽ ഒരു ആർട്ടിക്കിൾ ഉണ്ട്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ആർട്ടിക്കിൾ എന്താണ്? ആർട്ടിക്കിൾ 243 സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 243. ഇനി സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ വരുന്ന എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1993 ഡിസംബർ 3. 1993 ഡിസംബർ 3 എന്ത് വരുന്നത്? സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ വരുന്നത്. ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ആർട്ടിക്കിൾ 243 ആണ്. 243 സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്നത്. 93 ഡിസംബർ 3 രൂപീകരിക്കുന്നത്. ഏത് അമെൻമെന്റ് പ്രകാരമാണ്? 73ാം ഭേദഗതി. ഏത് വർഷം? 1992 പ്രകാരമാണ് എന്ത് വരുന്നത്? ആർട്ടിക്കിൾ 243 പ്രകാരം സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ വരുന്നത്. ഏത് അമെൻമെന്റ് പ്രകാരമാണ്? 73ാം ഭേദഗതി 1992 പ്രകാരം. ഇനി ഈ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ എന്താണ്? പ്രധാനമായിട്ടും എന്താണ് നോക്കുന്നത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷൻ നിയന്ത്രിക്കുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷൻ നിയന്ത്രിക്കുന്നതാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ. ഇനി മറ്റൊരു ചോദ്യമായിട്ട് വരാൻ പറ്റുന്നതാണ്, കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്ന ഇലക്ഷൻ ഏതൊക്കെയാണ്? സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്ന ഇലക്ഷൻ ഏതൊക്കെയാണെന്നാണ്. ഇതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷനാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്നത്. എന്നാൽ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്നത് എന്താണ്? പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ലോക്സഭ, രാജ്യസഭ, അതുപോലെ സംസ്ഥാന നിയമസഭകളിലും സംസ്ഥാന നിയമസഭ കൗൺസിലുകളിലും ഇലക്ഷൻ നടത്തുന്നത് ആരാണ്? കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണ്. പ്രസിഡന്റ് ഇലക്ഷൻ, വൈസ് പ്രസിഡന്റ് ഇലക്ഷൻ, ലോക്സഭ ഇലക്ഷൻ, രാജ്യസഭ ഇലക്ഷൻ, ഇനി അടുത്ത സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ, ഇവിടെയൊക്കെ ഇലക്ഷൻ നടത്തുന്നത് ആരുടെ നിയന്ത്രണത്തിലാണ്? കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ നിയന്ത്രണത്തിലാണ്. എന്നാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇലക്ഷൻ നടത്തുന്നത് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇലക്ഷൻ നടത്തുന്നത് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനാണ്. ഇതിന്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ്. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം. ഇനി നിയമിക്കുന്നത്, രാജിക്കത്ത് സമർപ്പിക്കുന്നത് ഗവർണർ. അതുപോലെ രാജിക്കത്ത് സമർപ്പിക്കുന്നത് ഗവർണർക്ക്. എന്നാൽ നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഏതാണ്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയൊക്കെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. നിയമിക്കുന്നതും രാജിക്കത്ത് സമർപ്പിക്കുന്നത് ഗവർണർക്കാണ്. എന്നാൽ നീക്കം ചെയ്യുന്നത് പ്രസിഡന്റാണ്. ഇവിടെ എന്താണ്? അതുപോലെ തന്നെയാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനിൽ നിയമിക്കുന്നതും രാജിക്കത്ത് സമർപ്പിക്കുന്നതും ഗവർണർക്കാണെങ്കിലും നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രസിഡന്റാണ്. നീക്കം ചെയ്യുന്നത് പ്രസിഡന്റാണ്. ഈ കാലാവധി 5 വർഷം 65 വയസ്സ്. കാലാവധി 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ കാലാവധി 6 വർഷം 65 വയസ്സ്. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ 6 വർഷം 65 വയസ്സ്. എന്നാൽ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ 5 വർഷം 65 വയസ്സ്. എന്നാൽ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനിൽ ആദ്യത്തെ ചെയർമാൻ ആയിരുന്നു MSK രാമസ്വാമി. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാനാണ് MSK രാമസ്വാമി. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാനാണ് സുകുമാർ സെൻ. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന്റെ ചെയർമാനാണ് MSK രാമസ്വാമി. ഇനി ഇപ്പോഴത്തെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന്റെ ചെയർമാനാണ് A. ഷാജഹാൻ. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? A. ഷാജഹാൻ. എന്നാൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ, ഇപ്പോഴത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രത്തൻ യു ഖേൽക്കർ. ചീഫ് ഇലക്ടറൽ ഓഫീസറാണ് രത്തൻ യു ഖേൽക്കർ. രത്തൻ യു ഖേൽക്കർ.
രത്തൻ യു ഖേൽക്കറാണ് ഇപ്പോഴത്തെ ചീഫ് ഇലക്ട്രൽ ഓഫീസർ. ഈ ചീഫ് ഇലക്ട്രൽ ഓഫീസറുടെ ജോലി എന്താണ്? ഇനി കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്ന ഇലക്ഷൻ ഉണ്ടല്ലോ, ഏതൊക്കെയാണ്? പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ലോക്സഭ, രാജ്യസഭ, പിന്നെ ലെജിസ്ലേറ്റീവ് അസംബ്ലി, ലെജിസ്ലേറ്റീവ് കൗൺസിലൊക്കെ ഇലക്ഷൻ നടത്തുന്നവരാണ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണ്. ഇനി ഈ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്ന ഇലക്ഷനുകൾക്ക് സംസ്ഥാന തലത്തിൽ ചുമതല വഹിക്കുന്നത് ആരാണ്? ചീഫ് ഇലക്ട്രൽ ഓഫീസറാണ്. സംസ്ഥാന തലത്തിൽ ചുമതല വഹിക്കുന്നത് ആരാണ്? ചീഫ് ഇലക്ട്രൽ ഓഫീസറാണ്. ഇപ്പോഴത്തെ ചീഫ് ഇലക്ട്രൽ ഓഫീസറാണ് രത്തൻ യു ഖേൽക്കർ. എന്നാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷനിലെ രത്തൻ യു ഖേൽക്കർ എന്തെങ്കിലും ചെയ്യുമോ? ഇല്ല. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനാണ് എന്താണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷൻ നിയന്ത്രിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷനെ നിയന്ത്രിക്കുന്നത് ആരാണ്? സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനാണ്. എന്നാൽ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്ന ഇലക്ഷനിൽ സംസ്ഥാന തലത്തിൽ നേതൃത്വം നൽകുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചീഫ് ഇലക്ട്രൽ ഓഫീസറാണ്. ഇപ്പോഴത്തെ രത്തൻ യു ഖേൽക്കർ ആണ്. അപ്പം നമ്മൾ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചുള്ള അത്യാവശ്യ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി നമുക്ക് അടുത്ത് നോക്കേണ്ടത് ധനകാര്യ കമ്മീഷനാണ്. ധനകാര്യ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. കേന്ദ്ര ധനകാര്യ കമ്മീഷൻ. ഈ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, അല്ലെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്? ഭരണഘടനാ സ്ഥാപനമാണോ അല്ലെ സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണോ? കേന്ദ്ര ധനകാര്യ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അതിനൊരു പ്രത്യേക ആർട്ടിക്കിളും ഉണ്ട്. കേന്ദ്ര ധനകാര്യ കമ്മീഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 280. കേന്ദ്ര ധനകാര്യ കമ്മീഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 280. അതൊരു ഭരണഘടനാ സ്ഥാപനം ആണ്. ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ്. ആസ്ഥാനം ന്യൂഡൽഹി. കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹി. ഇനി രൂപീകരിച്ചത് 1951 നവംബർ 22. 1951 നവംബർ 22 കേന്ദ്ര ധനകാര്യ കമ്മീഷനെ രൂപീകരിക്കുന്നത് 1951 നവംബർ 22 ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ആർട്ടിക്കിൾ 280 ആണ് അതിൽ പറയുന്നത്. ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ആസ്ഥാനം ന്യൂഡൽഹി. ആദ്യത്തെ ചെയർമാനാണ് KC നിയോഗി. KC നിയോഗി. ആദ്യത്തെ ചെയർമാനാണ് KC നിയോഗി. KC നിയോഗിയാണ് ആദ്യത്തെ ചെയർമാൻ. ധനകാര്യ കമ്മീഷൻ ആദ്യത്തെ ചെയർമാനാണ് KC നിയോഗി. 15ാമത്തെ ചെയർമാനാണ് NK സിംഗ്. 15ാമത്തെ ചെയർമാൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NK സിംഗ്. 16ാമത്തെ ചെയർമാൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരവിന്ദ് പനഗരിയ. 16ാമത്തെ ചെയർമാനാണ് അരവിന്ദ് പനഗരിയ. ചിലപ്പോൾ നമ്മൾ നമ്പർ ശ്രദ്ധിക്കാതെ വരും, അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. 15 NK സിംഗും 16 ആരാണ്? അരവിന്ദ് പനഗരിയ. റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ്? പ്രസിഡന്റിനാണ്. നിയമിക്കുന്നത്, നീക്കം ചെയ്യുന്നത്, രാജിക്കത്ത് കൊടുക്കുന്ന ആർക്കാണ്? പ്രസിഡന്റിനാണ്. നിയമിക്കുന്നത് പ്രസിഡന്റ്, നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ്, രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആർക്കാണ്? പ്രസിഡന്റിനാണ്. റിപ്പോർട്ട് കൊടുക്കുന്നത് ആർക്കാണ്? പ്രസിഡന്റിനാണ്. റിപ്പോർട്ട് സമർപ്പിക്കുന്നതും പ്രസിഡന്റിനാണ്. കാലാവധി 5 വർഷം. കാലാവധി 5 വർഷം. കാലാവധി എത്രയാണ്? 5 വർഷം. അതുപോലെ അംഗങ്ങൾ എത്രയാണെന്ന് ചോദിച്ചാൽ 5 അംഗങ്ങൾ. 5 അംഗങ്ങൾ. കാലാവധി 5 വർഷം. നിയമിക്കുന്നത്, നീക്കം ചെയ്യുന്നത്, റിപ്പോർട്ട് സമർപ്പിക്കുന്നത്, രാജിക്കത്ത് സമർപ്പിക്കുന്നതൊക്കെ പ്രസിഡന്റിനാണ്. ഇനി അടുത്തതാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ഇത് എന്താണ്? ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ എന്ന് പറയുന്നതും ഭരണഘടനാ സ്ഥാപനമാണ്. ആർട്ടിക്കിൾ 243I. മറ്റൊരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 243Y. 2 ആർട്ടിക്കിളുണ്ട്. ആർട്ടിക്കിൾ 243Iയും 243Yയും സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിച്ച് പറയുന്നു. രൂപീകരിച്ചത് എന്നാണ്? 94 ഏപ്രിൽ 23. രൂപീകരിച്ചത് 1994 ഏപ്രിൽ 23. ഈ 94 ഏപ്രിൽ 23 എന്തെങ്കിലും ബന്ധമുണ്ടോ ഇതിന്? സംസ്ഥാനത്ത് കേരള പഞ്ചായത്ത് രാജ് നിയമം പാസ്സാക്കുന്നതാണ് 94 ഏപ്രിൽ 23. കേരള പഞ്ചായത്ത് രാജ് നിയമം പാസ്സാക്കുന്നത് 94 ഏപ്രിൽ 23. അപ്പോഴാണ് എന്ത് വരുന്നത്? സംസ്ഥാന ധനകാര്യ കമ്മീഷൻ വരുന്നത്. ഏത് ഭേദഗതി പ്രകാരമാണ്? 73ാം ഭേദഗതി. 73ാം ഭേദഗതി 1992 പ്രകാരമാണ് എന്താണ് ഈ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ നിലവിൽ വരുന്നത്. 243Iയും 243Yയുമാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ. അതിൽ 243I ഏത് പ്രകാരം വന്നതാണ്? 73ാം ഭേദഗതി പ്രകാരം വന്നതാണ്. എന്നാൽ
243 ഏത് പ്രകാരം 73 പ്രകാരം വന്നതാണോ? അല്ല, അത് 74-ാം ഭേദഗതി പ്രകാരം വന്നതാണ്. 92-ൽ തന്നെ 74-ാം ഭേദഗതി പ്രകാരം വന്നതാണ് 243 എന്ന് പറയുന്നത്. 243 73-ാം ഭേദഗതി പ്രകാരം വന്നതാണ്. അപ്പം നമ്മളത് പറയാൻ കാരണം 94 ഏപ്രിൽ 23-നാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ വരുന്നത്. പറയുന്ന ആർട്ടിക്കിൾ 243 243 യുമാണ്. എത്ര അംഗങ്ങളാണ്? 3 അംഗങ്ങൾ. അംഗങ്ങൾ എത്രയാണ്? 3 അംഗങ്ങൾ. എത്ര? 3. കാലാവധി എത്രയാണ്? 5 വർഷം. കാലാവധി 5 വർഷം. 5 വർഷമാണ് കാലാവധി. അംഗങ്ങൾ എത്ര അംഗങ്ങളാണ്? 3 അംഗങ്ങൾ. 3 അംഗങ്ങൾ, 5 വർഷം കാലാവധി. ആസ്ഥാനം എവിടെ തന്നെയാണ്? തിരുവനന്തപുരത്ത് തന്നെയാണ്. നിയമിക്കുന്നത്, നീക്കം ചെയ്യുന്നത്, രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആർക്കാണ്? ഗവർണർക്കാണ്. നിയമിക്കുന്നത്, നീക്കം ചെയ്യുന്നത്, രാജിക്കത്ത് സമർപ്പിക്കുന്നത്. നിയമിക്കുന്നത്, നീക്കം ചെയ്യുന്നത്, രാജിക്കത്ത് സമർപ്പിക്കുന്നത് ഗവർണർ. അംഗങ്ങൾ എത്രയാണ്? 3 അംഗങ്ങൾ. 5 വർഷമാണ് കാലാവധി. 5 വർഷമാണ് കാലാവധി. ഇനി ആദ്യത്തെ ചെയർമാനാണ് P.A. എബ്രഹാം. സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാനാണ് P.A. എബ്രഹാം. 6ാമത്തെ ആരായിരുന്നു? SM വിജയാനന്ദ്. 6ാമത്തേത് SM വിജയാനന്ദ്. ഇപ്പോൾ എത്രാമത്തെ സംസ്ഥാന ധനകാര്യ കമ്മീഷനാണുള്ളത്? ഇപ്പോൾ 7ാമത്തെയാണ് KN ഹരിലാൽ. 7ാമത്തെ സംസ്ഥാന ധനകാര്യ കമ്മീഷനാണ്. ചെയർമാനാണ് KN ഹരിലാൽ. എന്നാൽ തൊട്ട് മുമ്പത്തെ 6ാമത്തെ ആരായിരുന്നു? SM വിജയാനന്ദ്. എന്നാൽ ആദ്യത്തെ ആരായിരുന്നു? P.A. എബ്രഹാം. P.A. എബ്രഹാം ആയിരുന്നു ആദ്യത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ, സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ. ധനകാര്യ കമ്മീഷനും ഇലക്ഷൻ കമ്മീഷനും അതുപോലെ മനുഷ്യാവകാശ കമ്മീഷനുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇടയ്ക്ക് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാറുണ്ട്. ഒരു ക്വസ്റ്റ്യനെങ്കിലും വരാറുണ്ട്. അതുകൊണ്ട് ഒന്ന് റിവിഷൻ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ ഈ വക കമ്മീഷനുകൾ നോക്കിക്കഴിഞ്ഞാൽ 1-2 മാർക്ക് ഉറപ്പായിട്ടും കിട്ടാവുന്ന ഏരിയയാണ്. 2 മാർക്ക്, 2 ചിലപ്പോൾ 2 3 മാർക്കൊക്കെ കിട്ടാം. കുറഞ്ഞത് 1 മാർക്കെങ്കിലും കിട്ടാതിരിക്കില്ല. നാഷണൽ കമ്മീഷൻ ഫോർ SC ഇതും എന്ത് തന്നെയാണ്? ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. നാഷണൽ കമ്മീഷൻ ഫോർ SC ഭരണഘടനാ സ്ഥാപനമാണ്. ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത്? ആർട്ടിക്കിൾ 338-ലാണ് SC കമ്മീഷനെ കുറിച്ച് പറയുന്നത്. ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. SC കമ്മീഷനെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 338-ലാണ്. ഇനി 338 പ്രകാരം ഈ SC കമ്മീഷൻ രൂപീകരിക്കുന്നത് 2004 ഫെബ്രുവരി 19. 2004 ഫെബ്രുവരി 19. ഇനി ഈ ഡേറ്റ് ഒന്ന് ശ്രദ്ധിച്ചോളാം. കമ്മീഷൻ ഫോർ SC ST ആദ്യം എന്തായിരുന്നു? നാഷണൽ കമ്മീഷൻ ഫോർ SC ST എന്ന് പറഞ്ഞ് ഒരൊറ്റ കമ്മീഷൻ ആയിരുന്നു. ഇനി നാഷണൽ കമ്മീഷൻ ഫോർ SC, നാഷണൽ കമ്മീഷൻ ഫോർ ST എന്ന് 2 കമ്മീഷൻ ആവുന്നതാണ് 2004 ഫെബ്രുവരി 19. അതിനു മുമ്പ് എന്തായിരുന്നു? നാഷണൽ കമ്മീഷൻ ഫോർ SC ST എന്ന് പറയുന്ന ഒറ്റ കമ്മീഷൻ ആയിരുന്നു. ഏത് അമെൻമെന്റ് പ്രകാരമാണ് 2ആയിട്ട് മാറുന്നത്? 89-ാം ഭേദഗതി 2003. 2003-ലെ 89-ാം ഭേദഗതി പ്രകാരമാണ് നാഷണൽ കമ്മീഷൻ ഫോർ SC എന്ന് നാഷണൽ കമ്മീഷൻ ഫോർ ST എന്ന് 2 കമ്മീഷനായിട്ട് മാറുന്നത്. അപ്പോൾ നാഷണൽ കമ്മീഷൻ ഫോർ SC ST എന്ന് വരുന്നത് എന്താണ്? 2004 ഫെബ്രുവരി 19 വരുന്നത്. ഒരു ഭരണഘടനാ സ്ഥാപനം ആണ്. ഭരണഘടനാ സ്ഥാപനമാണ്. ഏത് ആർട്ടിക്കിൾ പറയുന്നു? ആർട്ടിക്കിൾ 338. ഇതിന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി. ലോക്നായക് ഭവൻ, ന്യൂഡൽഹി ലോക്നായക് ഭവനാണ് ആസ്ഥാനം. അംഗങ്ങൾ എത്രയാണ്? 5 അംഗങ്ങൾ. 5 അംഗങ്ങളാണ് ഉള്ളത്. 5 അംഗങ്ങൾ. കാലാവധി എത്രയാണ്? 5 അംഗങ്ങൾ. കാലാവധി 3 വർഷം. കാലാവധി 3 വർഷമാണ്. കാലാവധി 3 വർഷം. അംഗങ്ങൾ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 അംഗങ്ങൾ. ആദ്യത്തെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂരജ് ഫാൻ. ആദ്യത്തെ ചെയർമാനാണ് സൂരജ് ഫാൻ. ഇപ്പോൾ നിലവിലത്തെ ചെയർമാനാണ് കിഷോർ മക്വാന. കിഷോർ മക്വാനാണ് ഇപ്പോഴത്തെ നിലവിലെ ചെയർമാൻ. ആദ്യത്തെ ചെയർമാൻ സൂരജ് ഫാൻ. ഇപ്പം നിലവില് കിഷോർ മക്വാന. അംഗങ്ങൾ 5 അംഗങ്ങൾ, 3 വർഷം കാലാവധി. 3 വർഷം കാലാവധി, 5 അംഗങ്ങൾ. ഇപ്പോഴത്തെ കിഷോർ മക്വാന. ആദ്യത്തേതാണെങ്കിൽ സൂരജ് ഫാൻ. ആസ്ഥാനം ന്യൂഡൽഹി, ലോക്നായക് ഭവൻ ന്യൂഡൽഹി. വരുന്നത് 2004 ഫെബ്രുവരി 19 2 കമ്മീഷനായിട്ട് മാറുന്നത് ഏത് അമെൻമെന്റ് പ്രകാരമാണ്? 2003-ലെ 89-ാം ഭേദഗതി പ്രകാരമാണ്. ഇതിനെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 338. ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ട അടുത്ത കമ്മീഷനാണ് നാഷണൽ കമ്മീഷൻ ഫോർ ST. SCയും STയും ഒരു കമ്മീഷനായിരുന്നു എന്ന് പറഞ്ഞു. 2ആയിട്ട് മാറിയത് 2004 ഫെബ്രുവരി 19. ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടത് നാഷണൽ കമ്മീഷൻ ഫോർ ST. ഇത് വരുന്നത് ഒന്ന് തന്നെയാണ്. സെയിം ഡേറ്റ് ആണ്. 2004
ഫെബ്രുവരി 19, 2004 ഫെബ്രുവരി 19 നാഷണൽ കമ്മീഷൻ ഫോർ STയും വരുന്നത്. ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 338A. ആർട്ടിക്കിൾ 338A കമ്മീഷൻ ഫോർ STയെ കുറിച്ച് പറയുന്നത്, പട്ടികവർഗ കമ്മീഷനെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 338A. ഇതിന്റെ ആസ്ഥാനവും ലോക് നായക് ഭവൻ, ന്യൂഡൽഹി. ഇതിന്റെ ആസ്ഥാനം എവിടെയാണ്? ലോക് നായക് ഭവൻ, ന്യൂഡൽഹി. അംഗങ്ങൾ എത്രയാണ്? 5 അംഗങ്ങളാണ് ഉള്ളത്. SC കമ്മീഷനും എത്രയാണ്? 5 അംഗങ്ങളാണ്. SC കമ്മീഷനിൽ 5 അംഗങ്ങളാണ്, ST കമ്മീഷനിലും 5 അംഗങ്ങളാണ്. കാലാവധി 3 വർഷം. 3 വർഷമാണ് കാലാവധി. അവിടെ എത്രയായിരുന്നു കാലാവധി? 3 വർഷം തന്നെയാണ്. 5 അംഗങ്ങൾ തന്നെയാണ്. ഇനി ഡേറ്റ് സെയിം ആണ്, 2004 ഫെബ്രുവരി 19 ആസ്ഥാനം ലോക് നായക് ഭവൻ, ന്യൂഡൽഹിയാണ്. ആർട്ടിക്കിൾ പക്ഷേ 338A ആണ്. 338A. ആദ്യത്തെ ചെയർമാൻ ആയിരുന്നു കൻവർ സിംഗ്. ഫസ്റ്റ് ചെയർമാൻ ആയിരുന്നു കൻവർ സിംഗ്. ഇപ്പോഴത്തെ ചെയർമാനാണ് അന്തർ സിംഗ് ആര്യ. ആദ്യ ചെയർമാൻ കൻവർ സിംഗ്, ഇപ്പോഴത്തെ ചെയർമാനാണ് അന്തർ സിംഗ് ആര്യ. അപ്പം നമുക്ക് ST കമ്മീഷനെയും വിടാം. എന്നാൽ സംസ്ഥാനത്ത് രണ്ടും കൂടെ ഒരുമിച്ചാണ്. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷനാണ്. സംസ്ഥാനത്താണെങ്കിൽ ഒറ്റ കമ്മീഷൻ അല്ല, ഒരുമിച്ചാണ്. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷനാണ്. സംസ്ഥാനത്ത് SC/ST കമ്മീഷൻ ഒരുമിച്ചാണ്. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷനാണ്. ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണ്, സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്. ദേശീയമാണെങ്കിൽ ഭരണഘടനാ സ്ഥാപനമാണ്. എന്നാൽ സംസ്ഥാന SC/ST കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമല്ല, ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്. ഒരു ഭരണഘടനാ സ്ഥാപനം അല്ല. ഇനി താഴെ തന്നിരിക്കുന്നതിൽ ഭരണഘടനാ സ്ഥാപനം അല്ലാത്തത് ഏതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഇലക്ഷൻ കമ്മീഷൻ തരാം. ഇനി SC കമ്മീഷൻ, നാഷണൽ കമ്മീഷൻ ഫോർ ST തരാം, നാഷണൽ കമ്മീഷൻ ഫോർ SC തരാം. ഇനി പിന്നാക്ക കമ്മീഷൻ തരാം. ഇതൊക്കെ വന്നിട്ട് ഇനി സംസ്ഥാന SC/ST കമ്മീഷൻ തരാം. എങ്ങനെ വന്നിട്ട് ഏതാണെല്ലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്ന് പറയുന്നത് എന്താണ്? ഭരണഘടനാ സ്ഥാപനം അല്ല. ഇത് രൂപീകരിക്കുന്നത് 2007 രൂപീകരിക്കുന്നതെന്നാണ്. 2007 സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ വരുന്നത്. ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരം. അയ്യങ്കാളി ഭവൻ, തിരുവനന്തപുരം. ആസ്ഥാനം അയ്യങ്കാളി ഭവൻ, തിരുവനന്തപുരം. എത്രയാണ് അംഗങ്ങൾ? 3 അംഗങ്ങൾ. 3 അംഗങ്ങൾ എത്രയാണ്? 3 അംഗങ്ങളാണ്. കാലാവധി എത്രയാണ്? എത്ര വർഷമാണ് കാലാവധി? 3 വർഷം. 3 അംഗങ്ങൾ, 3 വർഷമാണ് കാലാവധി. ഇപ്പോഴത്തെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? BS മാവോജിയാണ് പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ചെയർമാൻ. നിയമിക്കുന്നത്, നീക്കം ചെയ്യുന്നത്, രാജിക്കത്ത് സമർപ്പിക്കുന്നത് സെയിം ആണ്, ഗവർണറാണ്. നിയമിക്കുന്നത്, നീക്കം ചെയ്യുന്നത്, രാജിക്കത്ത് സമർപ്പിക്കുന്നത് ഗവർണറാണ്. ഇപ്പോഴത്തെ ചെയർമാനാണ് BS മാവോജി. കാലാവധി 3 വർഷം, അംഗങ്ങളെ 3. വന്നത് 2007. ഒരു ഭരണഘടനാ സ്ഥാപനം അല്ല. അതും കൂടെ തന്നെ ശ്രദ്ധിച്ചോളുക. അപ്പം നമ്മൾ എന്താണ് കമ്മീഷനുകളെ കുറിച്ച് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏതൊക്കെ നോക്കി? മനുഷ്യാവകാശ കമ്മീഷൻ നോക്കി, വനിതാ കമ്മീഷൻ നോക്കി, SC കമ്മീഷൻ, ST കമ്മീഷൻ നോക്കി, ഇലക്ഷൻ കമ്മീഷൻസ് ദേശീയവും സംസ്ഥാനവും നോക്കി, ST കമ്മീഷൻ, പിന്നെ സംസ്ഥാന SC/ST കമ്മീഷനാണ് നോക്കിയത്. അപ്പം ഒന്ന് ഓടിച്ചൊന്ന് റിവൈസ് ചെയ്യുക. 2-3 മാർക്ക് കുറഞ്ഞത് കിട്ടും. 1 മാർക്കെങ്കിലും മിനിമം ഈ കമ്മീഷണറുടെ ഭാഗത്തുനിന്ന് കിട്ടാതിരിക്കില്ല. അപ്പം അത് നോക്കുക. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. താങ്ക്സ്.